നമസ്കാരം, ബാലുശ്ശേരിക്കാരൻ. നമ്മൾ ഇന്ന് മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അതായത് സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ പഴയ ഫോട്ടോകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഫോട്ടോകളൊക്കെ നമ്മൾ സ്റ്റുഡിയോയിൽ കൊടുത്തിട്ട് പുതിയ ടൈപ്പിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ആ പഴമ മാറ്റിയിട്ട് പുതുമ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ, അതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്തൊരു വസ്തുണ്ട്, അത് റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ ഒരാളുടെ ഫേസിലൊരു ബ്ലാക്ക് മോള്, അതെങ്ങനെ റിമൂവ് ചെയ്യാം. അതായത് ഫോട്ടോഷോപ്പിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫോട്ടോ റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ ഫോട്ടോ റീടച്ചിങ് എന്നൊക്കെ പറയാം. അപ്പം അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് നമ്മളിപ്പം ഇന്ന് പരിചയപ്പെടുന്ന ഒരു 3 ടൂളുകളാണ്. അതേതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നം, നമ്മളെ ഫേസിൽ ഇതേപോലൊരു ചെറിയൊരു ബ്ലാക്ക് മോൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. ഒരു ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുന്ന ടൂൾ, ക്ലോൺ സ്റ്റാമ്പ് ടൂൾ. എന്നാണ് ഷോർട്ട് കട്ട് വരുന്നത്. ക്ലോൺ സ്റ്റാമ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മോൾ ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലോൺ സ്റ്റാമ്പ് ടൂൾ ഉപയോഗിക്കുമ്പം നമുക്കൊരു ബ്രഷ് കിട്ടിയിട്ടുണ്ട്. ആ ബ്രഷ് നമുക്ക് ഇവിടുന്ന് ബ്രഷിൻ്റെ പാലറ്റ് കാണാൻ പറ്റും മേലെ. ആ ബ്രഷിൻ്റെ പാലറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഏത് തരത്തിലുള്ള ബ്രഷ് വേണമെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. തൽക്കാലം ഞാനൊരു സൈഡിലേക്ക് കുറച്ചൊരു ബ്ലറായിട്ടുള്ള സോഫ്റ്റ് റൗണ്ട് പ്രഷർ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ബ്രഷ് ഞാൻ സെലക്ട് ചെയ്തു. അത് ഷാർപ്പായിരിക്കില്ല, കുറച്ചൊരു സൈഡിലേക്കൊരു ബ്ലറിഷ് വരുന്നതായിരിക്കും ബ്രഷിൻ്റെ പ്രത്യേകത. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളിപ്പം ക്ലോൺ സ്റ്റാമ്പ് ടൂൾ പിക്ക് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഒരിക്കലും ഇത് മായ്ച്ച് കളയല്ല ചെയ്യുന്നത്. പകരം അവിടത്തേക്ക് നമ്മൾ ഈ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യുന്നത് പോലെ മറ്റൊരു സ്ഥലത്തിലുള്ള സ്കിന്ന് നമ്മൾ അവിടേക്ക് അപ്ലൈ ചെയ്യുകയാണ്. സാധാരണ ഗതിയിൽ പ്ലാസ്റ്റിക് സർജറിയിൽ അങ്ങനെയാണല്ലോ ചെയ്യുക. നമുക്കൊരു ഫേസിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റെവിടെന്നെങ്കിലും തൊലി എടുത്തിട്ട് ഇവിടേക്ക് അപ്ലൈ ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ഒരു മോളാണ് ഒഴിവാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തതായിട്ട് എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തൊട്ടടുത്തുള്ള സ്കിൻ ടോൺ മാത്രം സെലക്ട് ചെയ്യാം. അങ്ങനെയാകുമ്പോഴേ ഏകദേശം ഒരു സാമ്പിൾ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തൊട്ടടുത്തുള്ള സ്കിൻ സാമ്പിൾ എടുത്തിട്ട് അതിനകത്ത് അവിടെ ഓൾട്ട്, നമ്മുടെ കീബോർഡിൽ ഓൾട്ട് കീ പ്രസ് ചെയ്ത് ജസ്റ്റ് അതിൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു കീ പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളെ ലെഫ്റ്റ് മൗസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് സെലക്ഷനാണത്. നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്ത് എവിടെന്നെങ്കിലും ഒരു സ്കിന്നിൻ്റെ ടോൺ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ മോൾ എവിടെയാണോ അവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ഏകദേശം പോയിട്ടുണ്ട്. ഒന്നും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പോകുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. ചെയ്തൊന്നുമില്ല, നമ്മൾ ഇത് ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുത്തു. അതിനുശേഷം ഓൾട്ട് പ്രസ് ചെയ്തിട്ട് നമ്മുടെ സോഴ്സ് എവിടെയാണോ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം അപ്ലൈ ചെയ്യേണ്ട സ്ഥലത്ത് അപ്ലൈ ചെയ്തു. നമ്മൾ അത്രയും ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഹീലിംഗ് ബ്രഷ് ടൂൾ. ഹീലിംഗ് ബ്രഷ് ടൂളിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹീലിംഗ് ബ്രഷ് ടൂളും ഇതേപോലെ തന്നെ അതേ പിക്ചറിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഹീലിംഗ് ബ്രഷിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് സെലക്ട് ചെയ്തതാണ്. പക്ഷേ ഹീലിംഗ് ബ്രഷിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ ബ്രഷിൻ്റെ ജസ്റ്റ് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ കുറഞ്ഞൊരു സൈസ് ആക്കി വെച്ചിട്ട്, കാരണം നമുക്ക് അത്രയും ചെറിയ ഒരു മോളാണുള്ളത്. സോ നമുക്ക് ആ ഹീലിംഗ് ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇതേപോലെ തന്നെ സോഴ്സ് സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് അവിടേക്ക് അപ്ലൈ ചെയ്യുന്നു. ഹീലിംഗ് ബ്രഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന പോയിന്റും നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോയിന്റും സ്കിൻ ടോണുകൾ തമ്മിൽ മെർജ് ചെയ്തിട്ട് കുറച്ചും കൂടെ നമുക്ക് സ്വാഭാവികത നിലനിർത്താൻ ശ്രമിക്കുന്നതായിരിക്കും ആ ടൂള്. അതായത് ക്ലോൺ സ്റ്റാമ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ പിക്ക് ചെയ്യുന്നത് ആ പിക്ക് ചെയ്യുന്ന സെയിം കളർ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നിടത്തേക്ക് വരിക. സെയിം കളർ, സെയിം ഡെപ്തിൽ. പക്ഷേ നമ്മളെ നേരെ മറിച്ച് ഹീലിംഗ് ബ്രഷ് ആവുന്ന സമയത്ത് 2 കളറും കൂടി വരുന്ന, അല്ലെങ്കിൽ 2 കളറും മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു എന്താ പറയുക, റീടച്ചിങ് നമുക്ക് ഫീൽ ചെയ്യിക്കില്ല. നമുക്ക് അത്രയും അങ്ങനെ ചെയ്തതാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ രണ്ടും കൂടെ ലയിച്ച് ചേരുന്നതായിരിക്കും നമ്മൾ ഹീലിംഗ് ബ്രഷ് ടൂള് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. ഓക്കെ, അതാണ് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം.
അപ്പം രണ്ടും നമുക്ക് റീസ്റ്റോറേഷന് യൂസ് ചെയ്യുന്ന, അതായത് ഫോട്ടോഷോപ്പിൽ ഏത് സ്റ്റുഡിയോ ബേസ് റീസ്റ്റോറേഷന് യൂസ് ചെയ്യുന്ന ടൂളുകളാണ് രണ്ടും. ഇനി മറ്റൊരു ടൂൾ നോക്കാം, പാച്ച് ടൂൾ. പാച്ച് ടൂൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയൊരു ഡെൻസിറ്റിയിൽ, അതായത് കുറച്ച് വലിയൊരു എന്താ പറയുക ഒരു ഏരിയയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു ഏരിയ മാത്രമല്ല, ചെറിയ ഏരിയയിലും പറ്റും, എങ്കിലും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷെ വലിയ ഏരിയ. നമുക്കിപ്പോൾ നോക്കാം, ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം. നമുക്കിപ്പം ഈ ഒരു സീനറിയിൽ 2 പേര് അവിടെ ഒരു കയാക്കിങ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ വേണ്ട എന്നാണ് നമ്മളുടെ തീരുമാനം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പുതിയ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ പാച്ച് ടൂൾ എന്നാണ് പേര്. പാച്ച് ടൂൾ നമ്മൾ നേരത്തെ പഠിച്ച ലാസോ ടൂൾ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വരച്ചുകൊണ്ട്. ആ സെലക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരച്ച അത്രയും ഭാഗത്തേക്ക് ഒരു സെലക്ഷൻ വന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ അത് ആ സെലക്ഷൻ്റെ ഉള്ളിൽ പ്രസ് ചെയ്ത് വെച്ചിട്ട് ആ സെലക്ഷൻ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ദൂരത്തേക്ക് മാറ്റി വയ്ക്കുക. നോക്കൂ, അത്രയും ഭാഗം അവിടുന്ന് അപ്രത്യക്ഷമായിട്ട് കാണാൻ കഴിയും. അത് സിമ്പിളാണ്, ഒന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ വേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട പോർഷൻ സെലക്ട് ചെയ്തു. അവിടേക്ക് ഏത് ഭാഗമാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇതിപ്പം വെള്ളമായതുകൊണ്ട് വെള്ളത്തിൻ്റെ ഭാഗം തന്നെ മതി, അതുകൊണ്ട് ഏത് ഭാഗമാണോ വേണ്ടത് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. സോ ആ ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്തിലേക്ക് ലയിച്ച് വരുന്നതായിരിക്കും. ഓക്കെ, വളരെ സിമ്പിളാണ്. നമുക്ക് ആ ഒരു ഭാഗം ഇതിൽ നിന്ന് ഒഴിവായിട്ട് കാണാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ നമുക്ക് റീടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മൂന്നും നമ്മൾ പഠിച്ച മൂന്നും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വർക്കുകളുണ്ട്. അതെങ്ങനെയാണ് മൂന്നും കൂടെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇതൊരു ഓൾഡ് പിക്കാണ്. ഈ ഒരു ഓൾഡ് പിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓരോ ടൂളുകളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ആദ്യം ക്ലോൺ സ്റ്റാമ്പ് യൂസ് ചെയ്തു. ക്ലോൺ സ്റ്റാമ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു വൈറ്റ് ഏരിയ ഒഴിവാക്കാൻ നമ്മൾ ഇവിടുന്ന് പിക്ക് ചെയ്യുന്നു, നമ്മളവിടെ കൊടുക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാം. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ആ ഏരിയ സെലക്ട് ചെയ്യുന്നു. ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടേക്ക് അപ്ലൈ ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഈ സൈഡിൽ ഇനി ക്ലോൺ സ്റ്റാമ്പിനെ നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു വിരോധാഭാസം കാണിച്ചുതരാം. നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തു, ഇവിടെ കൊടുക്കുന്ന സമയത്ത് കളർ അവിടെ മാറുന്ന കാണാം. നമ്മൾ ഇവിടുത്തെ കളറായിരിക്കും അവിടേക്ക് അപ്ലൈ ചെയ്യുക. അവിടെ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്, പക്ഷേ നമ്മളെ ക്ലോൺ സ്റ്റാമ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് അവിടേക്ക് വരും. ഇനി നമ്മൾ അവിടേക്ക് ഹീലിയം ബ്രഷ് യൂസ് ചെയ്യാണ്. ഹീലിയം ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ അത്രയും ലൈറ്റ് ഷെയ്ഡ് അല്ല വരുന്നത്, പകരം രണ്ടിൻ്റെയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കയറി വരിക. നമ്മൾ ഇവിടുന്ന് എടുത്തു, നോക്കൂ, എത്രയും നേരത്തെ വന്നതുപോലെ, അതായത് നമ്മുടെ ക്ലോൺ സ്റ്റാമ്പിൽ വന്നതുപോലെ നമുക്ക് അത്രയും ബുദ്ധിമുട്ടാക്കുന്നില്ല ഹീലിങ്ങിൽ. ഇനി പാച്ച് ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ പാച്ച് ഉള്ളത് ആ പാച്ച് സെലക്ട് ചെയ്യുന്നു, പാച്ച് ഇല്ലാത്ത ഭാഗത്തേക്ക് വെക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഹീലിയം ബ്രഷിൻ്റെ അതേ ഒരു ഇംപ്രഷനോട് കൂടിയിട്ട് ചെയ്യുന്നതായിരിക്കും പാച്ച് ടൂൾ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഏകദേശം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ 3 ടൂളും തന്നെ ഉപയോഗിച്ച് നമ്മളെ പഴയ ഫോട്ടോകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ കഴിയുന്നതായിരിക്കും. നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മളെ വർക്കിൻ്റെ ആ ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ ഏതാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ചിട്ട് വേണം ടൂൾ ഉപയോഗിക്കാൻ. കാരണം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതിൽ സംശയങ്ങൾ ഉണ്ടാവുന്നുള്ള ഉറപ്പാണ്. ഇങ്ങനെ എന്ത് സംശയങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ ആരും മടിക്കരുത്. കാരണം ഇതിനകത്ത് ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാതെ നമുക്കിതിനകത്ത് ഒരിക്കലും ഫോട്ടോഷോപ്പ് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രാക്ടിക്കൽ ചെയ്ത് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സംശയങ്ങൾ വരും. നമ്മളൊരു തിയറിറ്റിക്കലായിട്ട് ചെയ്തതുപോലെ ആയിരിക്കില്ല പ്രാക്ടിക്കലി ഇത് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ റീസ്റ്റോറേഷനിൽ നമ്മൾ 3 ടൂള് പഠിച്ചു. ഒന്ന് ഹീലിയം ബ്രഷ് ടൂള്, പാച്ച് ടൂള്, പിന്നെ ഒന്ന് ക്ലോൺ സ്റ്റാമ്പ് ടൂള്.
ഈ 3 ടൂളുമാണ് നമ്മൾ സാധാരണ ഇമേജിൻ്റെ റീസ്റ്റോറേഷന് യൂസ് ചെയ്യുക. അപ്പം റീസ്റ്റോറേഷൻ ഏകദേശം നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി മറ്റൊരു വർക്കും കൂടെ നമ്മൾ ചെയ്ത് നോക്കാം. അത് കുറച്ചും കൂടി ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സീനറി എടുത്തു. അപ്പോൾ നമുക്കിതിൽ ഈ പക്ഷികളെ വേണ്ട എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏത് ടൂൾ ആദ്യം എടുക്കുക? ഒന്നുകിൽ നമുക്ക് ക്ലോൺ സ്റ്റാമ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പക്ഷികളെ മൊത്തം ഒഴിവാക്കാം. ഓക്കെ, ഇനി ടൂളിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യാണ്. സെലക്ഷൻ ടൂളിൽ നമ്മൾ അത്രയും ഭാഗം, അതായത് തോണിയുടെ എത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്കിതാണ് ഇപ്പം വേണ്ടാത്തത്. അതിനുശേഷം നമ്മളെ പാച്ച് ടൂളിൻ്റെ ടൂള് സെലക്ട് ചെയ്യുക. ഈ സെലക്ഷൻ അവിടെ തന്നെ വെച്ചുകൊണ്ട് തന്നെ ടൂള് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സെലക്ഷൻ എന്ത് ചെയ്യുന്നു, മറ്റൊരു സൈഡിലേക്ക് റിമൂവ് ചെയ്യുന്നു. നോക്കൂ, ആ ഭാഗത്തു നിന്ന് ആ തോണീൻ്റെ ഭാഗം പോയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ മേലോട്ട് കുറച്ച് മേലേക്കുള്ള, കാരണം ഈ ഇമേജിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാനും പാടില്ലല്ലോ. അതിനുശേഷം പാച്ച് ടൂൾ എടുക്കുന്നു, അതും അതേപോലെ തന്നെ സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നു. നോക്കൂ, ആ ഭാഗം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ എവിടെയും സെലക്ട് ചെയ്തു പാച്ച് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചും കൊണ്ട് മാറ്റി വയ്ക്കുന്നു. ഏകദേശം നമുക്ക് ആ ഭാഗം ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചെറിയൊരു ഏരിയ മാത്രം, ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു, പാച്ച് ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു. ഏകദേശം നമുക്ക് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓരോ ഇമേജ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിനകത്തേക്ക് പാച്ച് ടൂൾ അപ്ലൈ ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ആണ് സാധാരണഗതിയിൽ എല്ലാവരും ഉപയോഗിക്കാറ്. മുഖത്ത് പാടുകൾ എന്തെങ്കിലും, അല്ലെങ്കിൽ സ്കാൻ ചെയ്ത ഫോട്ടോസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, പഴയ ഫോട്ടോകൾ റീടച്ച് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന 3 ടൂളുകളാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, അതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത ശേഷം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.